ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലാണ് നാം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളുടെ കാലം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ 14 സ്ഥലത്ത് നാം കാണുന്നത് ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്ന സംഭവമാണ്. സാധാരണ കുരിശിൽ മരിക്കുന്നത് കൊടും ക്രിമിനലുകളാണ്. അവരുടെ ശരീരമൊന്നും ഏറ്റവും അങ്ങനെ ആരും വരാറില്ല. അപ്പോൾ അതെങ്ങനെ കുരിശിൽ തന്നെ കിടക്കും? കഴുകന്മാർ ശരീരം തിന്നു തീർക്കും. പക്ഷേ ഈശോയുടെ കാര്യത്തിൽ അരിമത്തയ്യക്കാരനായ ജോസഫ് പീലാത്തോസിനോട് അനുവാദം വാങ്ങി. നിക്കോദെമോസും സഹായിച്ചു. അങ്ങനെ ഈശോയുടെ സംസ്കാരം നടക്കുകയാണ്. മരണത്തെക്കാൾ ഭീകരമാണ് സംസ്കാരം. ഏറെ വേദനാജനകമാണ്. കാരണം മരിച്ചു എങ്കിലും നമുക്ക് കാണാമായിരുന്നു, നമുക്ക് തൊടാമായിരുന്നു, നമുക്ക് നോക്കി വിലപിക്കാമായിരുന്നു. ഇനി കാണാനില്ല, തൊടാൻ പറ്റില്ല. അന്ധകാരത്തിലേക്ക് ശരീരം തള്ളപ്പെടുന്ന ഒരു സംഭവം. ഈശോയുടെ സംസ്കാരത്തിന് ആദരാഞ്ജലികളില്ല, റെയ്ത്തില്ല, പൊതുദർശനമില്ല, വിലാപയാത്രയില്ല, ഒന്നുമില്ല. പക്ഷേ സുഗന്ധ തൈലം കൊണ്ട് ശരീരം പൊതിഞ്ഞു. ശരീരം പവിത്രമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് ബഹുമാനം അർഹിക്കുന്നു. അത് പരിശുദ്ധമായി സൂക്ഷിക്കണം. ഈശോ ജീവിച്ചിരുന്നപ്പോഴും 2 പ്രാവശ്യം ഈശോയുടെ ശരീരം സുഗന്ധതൈലം പൂശിയതായി സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. നാം മരിച്ചവരെ അടക്കുമ്പോഴും രോഗികളെ പരിചരിക്കുമ്പോഴുമെല്ലാം ജോസഫിൻ്റെയും നിക്കോദെമോസിൻ്റെയും ഒക്കെ ശുശ്രൂഷയിലാണ് പങ്കാളികളാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. കച്ചയിൽ പൊതിഞ്ഞാണ് ഈശോയുടെ ശരീരം സംസ്കരിച്ചത്. ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ച ഇറ്റലിയിലെ ടൂറിൻ എന്ന നഗരത്തിലെ വിശുദ്ധ യോഹന്നാൻ്റെ പള്ളിയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ കച്ചയിൽ ഈശോയുടെ ചിത്രം അതുപോലെ തന്നെ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഒത്തിരി മുന്തിയ പരീക്ഷണങ്ങളൊക്കെ നിരീശ്വരവാദികൾ അടക്കമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളിലും തെളിഞ്ഞത് ഇത് ഈശോയുടെ രക്തം തന്നെയാണ് എന്നാണ്. ജനിച്ചപ്പോൾ ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി. മരിച്ചപ്പോൾ കച്ചയിൽ പൊതിഞ്ഞ് കല്ലറയിൽ കിടത്തി. ജനിച്ചു വീഴുമ്പോൾ കിടക്കാൻ സ്വന്തമായൊരു വീടോ സത്രത്തിലൊരു ഇടമോ ഒന്നും കിട്ടിയിരുന്നില്ല. മരിച്ചപ്പോഴും അടക്കാൻ സ്വന്തമായൊരു കല്ലറയില്ല. ആരെയും അടക്കിയിട്ടില്ലാത്ത കടം വാങ്ങിയ കല്ലറയിലാണ് ഈശോയുടെ ശരീരം സംസ്കരിക്കുന്നത്. ഒരു 3-ാം ദിനമുണ്ട്. ആ 3-ാം ദിനത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ആമേൻ.